ഹലോ എവ്രി വൺ. ഇന്ന് ഊണിന് വൻപയർ മെഴുക്ക് വരട്ടിയാണ്. അതിനിപ്പോൾ അതാ എണ്ണ ചൂടാക്കി അതിലേക്ക് സവാള, വെളുത്തുള്ളി, കരിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ കുക്കറിൽ നമ്മുടെ വൻപയർ ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയ്ക്ക് അവിടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഈ പച്ചമണം പോകുന്നത് വരെ. ഈസി ആൻഡ് സിമ്പിൾ മെഴുക്ക് വരട്ടിയാണ്. തൈര് ചോറിൻ്റെ കൂടെ അസലായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ ഇപ്പോൾ നമ്മുടെ വൻപയർ കുക്ക് ചെയ്ത് വൻപയർ വേവിച്ച് കൊടുത്തു. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ പാകത്തിന് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഉപ്പ് പോരായിരുന്നു, അത് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തത്. ഇപ്പോൾ ദാ നമ്മുടെ വൻപയർ നന്നായിട്ട് ഒലന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി ആണ്.